ഗോകുലം ഗ്രൂപ്പ് സ്ഥാപനങ്ങളിലെ പരിശോധനയിൽ ഇ.ഡി. 1.5 കോടി രൂപ പിടിച്ചെടുത്തു. പണത്തിന്റെ ഉറവിടം ഗോകുലം വ്യക്തമാക്കണമെന്നും ഇ.ഡി. ആവശ്യപ്പെട്ടതായാണ് വിവരം. പിടിച്ചെടുത്ത 1.5 കോടി രൂപയുടെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. എസ് രാഗൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഗൻ, ചില രേഖകളും 1.5 കോടിയും പിടിച്ചെടുത്തുവെന്ന് നേരത്തെ ചെന്നൈയിൽ നിന്ന് കെ.പി. ശ്രീധരൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ പണത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന്റെ സോഴ്സ് വെളിപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ ഗോകുലം ഗോപാലിന്? ചെന്നൈ കോടമ്പാക്കത്ത് കഴിഞ്ഞ ദിവസം മുതൽ വിശദമായിട്ടുള്ള റെയ്ഡ് നടത്തി വരികയായിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് റെയ്ഡ് അവസാനിച്ചത്. ആ റെയ്ഡിലാണ് ഇപ്പോൾ 1.5 കോടി രൂപ പിടിച്ചെടുത്തിരിക്കുന്നത് ക്യാഷായിട്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവുകൾ ഉണ്ട്, അല്ലെങ്കിൽ പ്രൂഫ് ഉണ്ട് എന്ന വിശദീകരണമാണ് ഈ ഗോകുലം ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇ.ഡിക്ക് നൽകിയിട്ടുള്ളത്. എന്തായാലും ഇ.ഡി തുക പിടിച്ചെടുത്തിട്ടുണ്ട്. ആ തെളിവുകൾ അവർ ഹാജരാക്കട്ടെ എന്ന നിലപാടാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ 1.5 കോടി രൂപയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഴ്സ്, അതിന്റെ ഉറവിടം സംബന്ധിച്ചുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തി കാര്യങ്ങൾ ബോധിപ്പിക്കണം എന്നതാണ് ഇ.ഡി ഇപ്പോൾ അറിയിക്കുന്നത്. ഒരു കാര്യം ചോദിച്ചു, നമ്മളിപ്പോഴാണ് ദൃശ്യങ്ങൾ കാണുന്ന ആ ചിത്രം ഇപ്പോഴാണ് കാണുന്നത്. ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, സാധാരണ ഇങ്ങനെ പണം പിടിച്ചെടുക്കുമ്പോഴൊക്കെ ഈ ഇ.ഡി എന്നുകൊണ്ട് ആ പണക്കെട്ടുകൾ കൊണ്ട് ഉണ്ടാക്കാറുണ്ടോ? ചില ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. എന്തായാലും ഇപ്പോൾ പിടിച്ചെടുത്ത ഈ തുകയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചെറു രൂപമായിട്ടുള്ള ഇ.ഡി എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ള പണത്തിന്റെ, പിടികൂടുന്ന പണത്തിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ വച്ചിരിക്കുന്ന രൂപം നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്കൊരു കൗതുകം, അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം ജനിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ പണം അടുക്കി വച്ചിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളും വിശദീകരണങ്ങളും ഗോകുലം ഗ്രൂപ്പ് നൽകണം എന്ന നിലപാടാണ് ഇ.ഡി ഇപ്പോൾ സ്വീകരിക്കുന്നത്. എസ് രാഗനാണ് കൊച്ചിയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്. അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് പിടിച്ചെടുത്ത പണത്തിന്റെ ദൃശ്യങ്ങൾ ആണ്. ആര്യ പറഞ്ഞതുപോലെ അത് ഇ.ഡി എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഈ ഇ.ഡി ഇങ്ങനെ പണം പിടിച്ചെടുത്ത് ഇങ്ങനെ ഇ.ഡി എന്നുള്ളത് കണ്ടിട്ടില്ല. പക്ഷേ പലപ്പോഴും കസ്റ്റംസ് സ്വർണം പിടിച്ചെടുത്ത് കഴിയുമ്പോൾ കൊച്ചി കസ്റ്റംസ് എന്നുള്ളത് സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇ.ഡി പണം പിടിച്ചെടുത്തതിന് ശേഷം ഇ.ഡി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് കെ.പി. ശ്രീധരൻ ഗോകുലം ഗോപാലനുമായി സംസാരിച്ചതാണ്. എല്ലാ വിവരങ്ങളും വ്യക്തമാക്കി ഇ.ഡി ബോധ്യപ്പെട്ട ഒരു ബ്ലെസ്സിംഗ് ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്ന് പരിശോധന നടത്തിയത്. കാരണം എല്ലാ കാര്യങ്ങളും ബോധിപ്പിക്കാനായി ഇ.ഡി എന്നായിരുന്നു ഗോകുലം ഗോപാലൻ പറഞ്ഞത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. ഈ 1.5 കോടി രൂപയുമായി അതുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഫെമ നിയമലംഘനമുണ്ട് എന്നുള്ളതാണ് ഇ.ഡി ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ കൃത്യമായ സോഴ്സ്, രേഖകൾ ഹാജരാക്കണമെന്ന് ഇപ്പോൾ ഇ.ഡി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയ ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപന ഗ്രൂപ്പാണ് ഗോകുലം എന്നുള്ളത്. ഗോകുലം ഗോപാലനാണെങ്കിലും ഒരു ദിവസത്തെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇത്രയും പണം ഒരുപക്ഷെ സൂക്ഷിച്ചിരിക്കാം. അതിന് കൃത്യമായ ഉറവിടം, സോഴ്സ് ഉണ്ട്. കണക്കിൽപ്പെട്ട പണം തന്നെയാണ് ഇത് എന്നാണ് ഗോകുലം ഗ്രൂപ്പ് അവകാശപ്പെടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ രാഗൻ റിപ്പോർട്ട് ചെയ്തത്. രാഗൻ, അങ്ങനെ തന്നെയല്ലേ? ഇതിന് കൃത്യമായ സോഴ്സ് ഉണ്ട് എന്നുള്ളതല്ലേ ഗോകുലം ഗ്രൂപ്പ് അവകാശപ്പെടുന്നത്? ഇ.ഡി വൃത്തങ്ങളോട് ബൈ വേർഡ്സ് പറഞ്ഞിരിക്കുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള പ്രൂഫ് ഉണ്ട് എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ 1.5 കോടി രൂപ ക്യാഷായി തന്നെ പിടിച്ചെടുക്കുമ്പോൾ അത് വലിയ മാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രൂഫ് എന്താണോ എന്നത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണം എന്നതാണ് ഇപ്പോൾ ഗോകുലം ഗോപാലനോട് ഇ.ഡി അറിയിച്ചിരിക്കുന്നത്. അത് അവർ തന്നെ തെളിയിക്കട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ ഇ.ഡി സ്വീകരിച്ചിരിക്കുന്നത്. ശരി, ഇന്നലെ പുലർച്ചെ 3 മണിക്കാണ് ആദ്യം ചെന്നൈയിൽ 3 ഇടങ്ങളിൽ, അത് കഴിഞ്ഞ് പിന്നെ കോഴിക്കോട് 2 ഇടങ്ങളിൽ ഗോകുലം മോളിലും ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിലും പരിശോധന നടത്തിയത്. ആ ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തിയ സമയത്ത് ഗോകുലം ഗോപാലൻ അവിടെ ഉണ്ടായിരുന്നു. മറ്റൊരു വ്യവസായവുമായി ബന്ധപ്പെട്ട ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് അപ്പോൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ചെന്നൈയിലേക്ക് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചത്. രാഗൻ ഇപ്പോഴും ഉണ്ടോ എന്നറിയില്ല. രാഗൻ ഉണ്ടെങ്കിൽ ഒരു കാര്യം കൂടി, ഇത് ഈ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് തന്നെ, അവിടെ നിന്ന് മാത്രം പിടിച്ചെടുത്തതാണോ ഈ ഇത്രയും പണം? അങ്ങനെയാണ് ഇ.ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം അവരുടെ സ്വാഭാവികമായിട്ടും ഈ തുക എല്ലാ ദിവസവും അതിന്റെ വ്യവഹാരവുമായി അല്ലെങ്കിൽ അതിന്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകാറുണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഗോകുലം ഗോപാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചിട്ടി ഇടപാടും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള പൈസയാണ്, അത് കൃത്യമായിട്ടുള്ള പ്രൂഫ് ഉണ്ട് എന്നാണ് ഇ.ഡിയോട് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ ഇത്രയും രൂപ അതിൽ ക്യാഷായി തന്നെ അവിടെ കാണുന്ന ഘട്ടത്തിൽ അത് പിടിച്ചെടുത്ത പശ്ചാത്തലത്തിൽ അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കണം. അല്ലാതെ അത് നടക്കില്ല എന്ന കാര്യം കൃത്യമായി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇ.ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്.